അങ്ങനെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം 5-ാം ദിവസത്തിലേക്ക് എത്തിയപ്പോൾ 300 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് പടം. അതായത് ദളപതി വിജയുടെ കരിയറിലെ 4-ാമത്തെ 300 കോടി പടം. ബിഗില്, വരിസ്, ലിയോ, ഇപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. 300 കോടി ക്ലബിലുള്ള നടനായിട്ട് ദളപതി വിജയ് മാറിയിരിക്കുകയാണ്. 200 കോടി ക്ലബിലും കയറിയിട്ടുണ്ട് പുള്ളി. സോ നമ്മുടെ തമിഴ്നാട് ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടിയിട്ട് തമിഴ്നാട്ടിൽ നല്ല സ്റ്റഡി കളക്ഷനിൽ പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് ട്യൂസ്ഡേ വരെ നല്ല കളക്ഷനിലാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സിനിമാ ലോകം മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫിലിം ട്രാക്കേഴ്സ് മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫൈനല് എത്ര കോടി ക്ലബിൽ ഈ സിനിമ വന്ന് കയറും എന്നുള്ളതാണ്. ലിയോ നമുക്കൊരു 600 കോടി ക്ലബിന്റെ അടുത്ത് വന്ന് നിന്നുണ്ടായിരുന്നു. ഇതിപ്പോ ഒരു 500 കോടി കടക്കുമോ എന്നുള്ള എല്ലാവിധ ആകാംക്ഷയിലും കൂടിയാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം പല ഭാഗത്തു നിന്നും സിനിമയ്ക്ക് പല സമ്മിശ്ര പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് തന്റെ മെയിൻ ഇല്ലമായ തമിഴ്നാട്ടിൽ പടം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട്. ഫാമിലീസ് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, റിപ്പീറ്റ് ഓഡിയൻസ് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ഇതിന്റെ നെഗറ്റീവ് റിവ്യൂസിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ വെങ്കിട്ട് പ്രഭു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ചെന്നൈ സൂപ്പർ കിങ്സിനെ പ്രൊമോട്ട് ചെയ്തത് കൊണ്ടാണ് നോർത്ത് സൈഡിലൊക്കെ അല്ലെങ്കിൽ ബാംഗ്ലൂർ സൈഡിൽ അതേപോലെ നോർത്ത് സൈഡിലൊക്കെ ഈ സിനിമയ്ക്ക് കുറച്ച് സ്വീകാര്യത കുറഞ്ഞതെന്നാണ് പുള്ളി പറയുന്നത്. എനിക്ക് ആ തരത്തിലൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഓൾറെഡി ചെന്നൈയിലെ ആൾക്കാർ അല്ലെങ്കിൽ തമിഴ് സിനിമ ചെന്നൈ സൂപ്പർ കിങ്സിനെ അല്ലാണ്ട് വേറെ ഏത് ടീമിനെ പൊക്കി പറയാം. അതുകൊണ്ട് സിനിമയ്ക്ക് ഒരു സ്വീകാര്യത കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ചില ഏരിയസിൽ റിവ്യൂസിനും അല്ലെങ്കിൽ ചില ഏരിയസിൽ നടക്കുന്ന ചില ഭാഗങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കാരണം കൂടെ സിനിമയ്ക്ക് മോശം അഭിപ്രായം വരാം. അത് വെങ്കിട്ട് പ്രഭു ഒരു ന്യൂട്രലാക്കി നിർത്തി സംസാരിച്ചാന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ സിനിമ നല്ല ഹിറ്റ് സ്റ്റാറ്റസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗില് സിനിമ 2018 തോന്നുന്നുണ്ട്. ബിഗില് സിനിമ വിജയ് അഭിനയിക്കുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്തത് ഇത് ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ചെയ്ത AGS എന്റർടൈൻമെന്റ് തന്നെയായിരുന്നു. ഇത് കലോപതി S അഘോരം, കലോപതി S സുരേഷ്, അതേപോലെ അർച്ചന കൽപ്പാത്തി ഇവരുടെ മകള്, ഈ ഒരു പ്രൊഡക്ഷൻ ടീമിനായിരുന്നു അന്ന് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിഗില് 300 കോടി ക്ലബിൽ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലയളവ് വരെ ദളപതി വിജയുടെ കരിയറിലെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമയായിരുന്നു ബിഗിൽ എന്നുള്ളത്. അത് ഫൈനൽ കളക്ഷനാണ് 300 കോടി വന്നത്. ഇപ്പൊ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിലേക്ക് വരുമ്പോൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അതും 300 കോടി ക്ലബ്ബ് കടന്നിരിക്കുകയാണ്. അതും ഇതേ സെയിം പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിൽ. സോ ആ ഒരു സിമിലാരിറ്റീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കൗതുകമുള്ള സംഭവം തന്നെയാണ്. എന്തായാലും ഫൈനൽ കളക്ഷൻ എത്ര വരും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എത്ര നാള് തമിഴ്നാട്ടിൽ സ്റ്റഡി കളക്ഷനായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതൊക്കെ. കേരളത്തിലൊക്കെ പടം ഡ്രോപ്പിംഗ് ആണ്, അതേപോലെ കർണാടകയിൽ പടം ചെറുതായി വീണിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയിട്ടും ഓഡിയൻസ് അഭിപ്രായങ്ങളെ വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ തന്നെയാണ് കൂടുതൽ പടത്തിന് കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വർഷം അതിപ്പോ ഓൾമോസ്റ്റ് 8 മാസത്തോളമായിട്ട് തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് ഭയങ്കര ദാരിദ്ര്യം പിടിച്ചൊരു വർഷം തന്നെയായിരുന്നു. ആ ദാരിദ്ര്യം പിടിച്ച വർഷത്തിൽ ആകെ ആശ്വാസം കിട്ടിയിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അരൺമന ഇക്കൊല്ലല്ലേ വന്നത്, അതെ ഇക്കൊല്ലം എന്നാ തോന്നുന്നുണ്ട്. പിന്നെ ധനുഷിന്റെ രായൻ, ഇങ്ങനെ 1-2 സിനിമകളൊക്കെ ആയിരുന്നു. പക്ഷെ അതിനൊക്കെ മേലെ, അതായത് അതിന്റെ ഒക്കെ മേലെ പവറിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഏറ്റവും വലിയ ഹിറ്റ് സ്റ്റാറ്റസിലേക്കും പടം പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫൈനൽ കളക്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫൈനൽ കളക്ഷൻ എത്രത്തിൽ വന്ന് നിൽക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഹിന്ദി ബെൽറ്റിലൊക്കെ അത്യാവശ്യം കളക്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അഭിപ്രായങ്ങൾ മോശമാണെങ്കിൽ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫൈനൽ കളക്ഷൻ എത്രയാണെന്നുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.